എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, 30 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിന്റെ പുതിയ ഘട്ടത്തിലേക്ക്, പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ്, നമ്മളെല്ലാവരും പണത്തെ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഉള്ളിൽ ഞാൻ പണത്തിന് അർഹനാണ് എന്ന് ശരിക്കും വിശ്വസിക്കുന്ന എത്ര പേര് എൻ്റെ മുമ്പിലുണ്ട്? ആ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പറയും, അതെ, എനിക്ക് പണം വേണം. പണം ആഗ്രഹിക്കുന്ന ഒരാളാണ്, പണം സ്വീകരിക്കാൻ അർഹത അനുഭവിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മണി പാറ്റേണിനെ കുറിച്ചും മണി ബിലീഫ്സിനെ കുറിച്ചും മണി ഫിയറിനെ കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ പറയുന്നത് അതിനേക്കാൾ ആഴത്തിലുള്ള ഒരു മറഞ്ഞിരിക്കുന്ന ഒരു ബ്ലോക്കിനെ കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, അർഹത എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ കേട്ടുപോകേണ്ടതല്ല. ഓരോന്നും അവനവൻ്റെ അകത്തേക്ക് വിശകലനം ചെയ്യാനുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. 10-15 മിനിറ്റിനകത്തേക്കുള്ള ഈ സെഷൻസ് നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും നിങ്ങളത് ചെയ്യുക തന്നെ വേണം. പലർക്കും പണം ചോദിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലം ചോദിക്കാൻ മടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ചിലർക്ക് സ്വന്തം സർവീസിന് വില പറയുമ്പോൾ കുറ്റബോധം തോന്നും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ കാര്യങ്ങൾ? അങ്ങനെ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? നമ്മൾ ഒരു വർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ തുക ഇത്രയാണ് എനിക്ക് വേണ്ടത് എന്ന് ധൈര്യപൂർവ്വം അത് പറയാൻ തയ്യാറാവുന്ന ഇത്ര പേര് എൻ്റെ മുമ്പിലിരിക്കും. നോക്കട്ടെ, ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. ഞാൻ ചെയ്ത വർക്ക് ഇത്ര പൈസ എനിക്ക് ശമ്പളം വേണം, കൂലി വേണം എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? യെസ്, 1 or 2. യെസ്, വെരി ഗുഡ്. നോക്കൂ, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയ തത്വത്തെക്കുറിച്ചാണ്. ചിലർക്ക് മറ്റുള്ളവരെ സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സഹായം സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഇല്ലേ? നിങ്ങളും ചിലരും അനുഭവിക്കുന്നില്ലത്. ചിലർക്ക് സ്വന്തം ആവശ്യത്തിന് പണം ഉപയോഗിക്കുമ്പോൾ തന്നെ കുറ്റബോധം തോന്നുന്നവരാണ്. കയ്യിൽ കാശുണ്ട്, ഒരു ചായ മേടിച്ച് കുടിക്കുമ്പോൾ അയ്യോ ഞാൻ കുടിക്കില്ല. ഞാനൊക്കെ ആ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു. പണ്ട് പേടിയാ, വീട്ടിൽ നിന്നും ടൗണിൽ പോയി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഒരു പച്ചവെള്ളം മേടിച്ചു കുടിക്കാൻ പേടിയാ. എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് വഴക്ക് പറഞ്ഞാലോ എന്നുള്ള പേടി. അത് ചെറുപ്പത്തിൽ ഉണ്ടായി വെച്ച കാര്യങ്ങളാണ്. നോക്കൂ, ചിലർക്ക് നല്ല വരുമാനം ഉണ്ടാവും, പക്ഷെ ആഗ്രഹത്തിനെ കുറിച്ച് ആരോടും പറയില്ല, ഒന്നും ചെയ്യില്ല. ഒന്ന് വരുമ്പോഴും നമ്മൾ പറയുന്നത് എനിക്കതിന് യോഗ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് അകത്ത് വരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അർഹത എന്ന് പറയുന്നത് നമ്മൾ അകത്തെവിടെയോ ഒരു ബ്ലോക്കായി കിടക്കുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള സത്യം. ഇവിടെ ഒരു പ്രകൃതി നിയമമുണ്ട്. നോക്കൂ, ഇത് ഞാൻ മാനിഫെസ്റ്റേഷൻ്റെ ബേസ് ലെവലിൽ നിന്നും അഡ്വാൻസ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. സാധാരണക്കാരന് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ മാനിഫെസ്റ്റേഷൻ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു തത്വമുണ്ട്. പ്രകൃതി ഒരിക്കലും നിങ്ങൾ ആവശ്യപ്പെടുന്നത് നൽകില്ല. പ്രകൃതി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളായിരിക്കുന്നതിനെയാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അംഗീകരിച്ചു നോക്കുക. എനിക്ക് പണം വേണം, പണം വേണം, പണം വേണം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിങ്ങൾക്ക് പണം, യൂണിവേഴ്സ് നിങ്ങൾക്ക് പണം നൽകില്ല. ഞാൻ പണക്കാരനാണെന്ന് പറയുന്നവന് മാത്രമേ പണം ലഭിക്കുകയുള്ളൂ. ഇത് രണ്ടും രണ്ട് കാര്യമാണ്. കണ്ണടച്ചിരിക്കൂ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് തെറ്റാണ്. കാരണം അത് ബേസ് ലെവലാണ്. അവൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതല്ല, നമ്മൾ എന്താണോ അതാണ് നമുക്ക് ലഭിക്കുക. ഒരു കാറ് വേണമെങ്കിൽ ആ കാറ് നമ്മൾ ഉപയോഗിക്കുന്ന ഫീലിങ്സ്, ആ കാറ് നമ്മുടെ ഉള്ളതായിട്ട് നമ്മൾ ഭവിച്ചാൽ മാത്രമേ ആ കാറ് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. വേണമല്ലോ 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 എന്ന് പറഞ്ഞ് ഒരിക്കലും യൂണിവേഴ്സ് നൽകില്ല. യൂണിവേഴ്സ് നൽകുന്നത് എന്താണോ നമ്മൾ ആയിരിക്കുന്നത് അത് മാത്രമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് അർഹതയുള്ളത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഇന്ന് മുതൽ തിരിച്ചറിയുക. ഈ ദിവസം നിങ്ങൾക്ക് അതിനുള്ളതാണ്. അർഹതയുള്ളതാണ് എനിക്ക് ലഭിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല,
എനിക്ക് അർഹതയുള്ളത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അർഹതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും ഒന്ന് അർഹത എന്ന് കമന്റ് ചെയ്തോളൂ. ഇനി മുതൽ നിങ്ങൾക്ക് അർഹതയുള്ള കാര്യമാണ് എന്ന്. മൈ ഡിസയർ, മൈ അർഹത, എൻ്റെ അർഹത, അല്ലേ? എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ. അപ്പോ ഇവിടെയാണ് നമ്മുടെ സ്വയം ബോധ്യത്തിൻ്റെ ആ ബ്ലോക്കേജ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇതെല്ലാം നിങ്ങൾ അർഹിക്കുന്നുണ്ടോ? ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കണേ. പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല, ഇരുന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് നാളെ മറുപടി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്വയം ബോധ്യത്തിൻ്റെ റീപ്രോഗ്രാമിംഗ് നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ വാല്യൂ? അപ്പോൾ ഈ ബോധ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കണം. ക്ലാസ്സുകൾ എടുത്ത് അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും. കുറേ കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് അർഹതയുള്ളത്, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് കുറവുള്ളത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ മറ്റുള്ളവൻ്റെ കുറവുകളെ കുറിച്ചാണ്. വീട്ടിലുള്ള മറ്റാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തികച്ചും തെറ്റാണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ പറ്റി പറയാനും അവരെ പറ്റി ചിന്തിക്കാനും അല്ല നിങ്ങളെ വെക്കുന്നത്. നിങ്ങൾ നമ്മളുടെ സ്വയം ബോധ്യത്തെ മാറ്റുക. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുക. എന്തുകൊണ്ട്, എവിടെയാണ് വിഷയം, എങ്ങനെയാണ്. സ്വയം ഇപ്പോൾ ഉണ്ടാക്കുന്നതൊക്കെ വെറും തോന്നലുകളിൽ നിന്നാണ്. നോക്കൂ, ഇവിടെ ഞാൻ ഇംഗത്തിലേക്ക് തിരിച്ചു വരാം. നോക്കൂ, നമ്മുടെ വരുമാനം പലപ്പോഴും നമ്മുടെ സ്കില്ല് മാത്രം കൊണ്ട് ഉണ്ടാവുന്നതല്ല, നമ്മുടെ സ്വയം ബോധ്യത്തിൻ്റെ കൂടി ശക്തമായി അവിടെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ തന്നെ എൻ്റെ തന്നെ ഉദാഹരണം നിങ്ങൾക്ക് എടുത്തു പറയാം. ഇപ്പം എൻ്റെ കഴിവുകളെ നിങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വർക്കുകളെ എല്ലാം, കഴിവുകളെ, ഞാൻ നേരത്തെ വൈഫ് ഇങ്ങനെ പറയണ്ടേ, ഏതൊക്കെ കാര്യങ്ങളാണോ ഞാൻ പഠിക്കാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ പഠിക്കും. ഒരു ദയം ദാക്ഷിണ്യമില്ലാതെ പഠിക്കും. എനിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ, അറിയുക എന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് അതിനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. അതെനിക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയം, എൻ്റെ സ്കില്ലാണത്. അതെല്ലാം എനിക്ക് കാശ് തരുമോ? തരുമോ? എല്ലാം കാശ് കൊണ്ട് തരുമോ എനിക്ക്? ഇല്ലല്ലോ. പക്ഷെ എവിടെയാണ് എനിക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള സ്വയം ബോധ്യം എനിക്ക് എവിടെയുണ്ട്, അവിടെ മാത്രം ഞാൻ കാശ് ഉണ്ടാക്കാൻ പോകും. ഇപ്പൊ നോക്കൂ, നിങ്ങളിപ്പോൾ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ തരുന്നു, ഈ സമയത്ത് എനിക്ക് പെയ്ഡ് വെർഷൻ എടുക്കാമല്ലോ, എനിക്ക് കാശ് ഉണ്ടാക്കാമല്ലോ ഈ സമയത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? കൂടുതൽ ആൾക്കാരിൽ എത്തുക എന്നുള്ള എൻ്റെ ആ ഒരു സത്വത്തെ, എൻ്റെ ഒറിജിനാലിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ നൽകുന്നത്. ഫ്രീ അല്ല, ഒന്നും ഫ്രീ അല്ല കേട്ടോ, ഒരു ഫ്രീ നൽകുന്നില്ല. അതാരും ചിന്തിക്കുകയും വേണ്ട. ഫ്രീ അല്ലത്. കാരണം ഇതിന് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് എനിക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട്, അതുകൊണ്ടാണ് ഫ്രീ അല്ല എന്ന് പറഞ്ഞത്. അപ്പോ ഈ ബോധ്യത്തിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എവിടെയൊക്കെ സ്കില്ല് നമ്മൾ ഉപയോഗിക്കണം, എല്ലാ സ്കില്ലും എനിക്ക് ഉപയോഗിക്കണോ, ഇവിടെ ഉപയോഗിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കലാണ് നമ്മുടെ അർഹതയുടെ ഏറ്റവും വലിയ മൂല്യമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറയുന്നത്, നമ്മൾ എത്ര കഴിവുണ്ടായാലും നമുക്ക് നമ്മുടെ വാല്യൂ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ കുറവ് അനുഭവപ്പെടും. സാധ്യതകൾ ചോദിക്കാൻ പറ്റില്ല. ജോലിയിലാണ് പ്രൊമോഷന് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ്സിന് പ്രോപ്പറായിട്ടുള്ള പേയ്മെന്റ് വരില്ല. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നെ ഉള്ളിൽ വിഷമിക്കുന്ന അവസ്ഥ വരും. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോ പലരും എന്താ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ വളരെ നല്ലവനാണ് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു മുടന്തൻ ന്യായം അങ്ങ് പറഞ്ഞു പോകും. ഇതൊന്നും നല്ലതിനാണെന്നൊന്നും ആവില്ല. ഉള്ളിലുള്ള ആ ഒരു ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്, ഞാൻ നല്ലവനായതുകൊണ്ട് എവിടെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സ്വയം ബോധ്യത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുക തന്നെ വേണം. നമ്മുടെ വില നോക്കിയിട്ട് നിൽക്കാവൂ. എല്ലായിടത്തും പോയി നിൽക്കാനുള്ളതല്ല, നമുക്ക് എല്ലായിടത്തും അഡ്ജസ്റ്റ് ചെയ്യാനും ഉള്ളതല്ല. നമുക്ക് വേണ്ടടുത്ത്, നമ്മൾ നിൽക്കേണ്ടടുത്ത് മാത്രമേ നിൽക്കാവൂ. നോക്കൂ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ ഒരു ജോലിക്കാരനുണ്ട്. വീട്ടുകാരൻ നല്ല ഹാപ്പിയാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും, മനസ്സില്ലാ മനസ്സോടെ അയാൾ അത് വാങ്ങിച്ചിട്ട് പോകും. ഇയാൾ ഓരോ ദിവസവും ചിന്തിക്കുകയാണ്, കുട്ടി ചോദിക്കണമായിരുന്നു. പക്ഷെ പേടി എന്താണെന്ന് വെച്ചാൽ, കൂട്ടി ചോദിച്ചാൽ നാളെ മുതൽ അവർ വരണ്ടാന്ന് പറഞ്ഞാലോ. അവസാനം ഓരോ ദിവസവും കിട്ടുന്ന കാശ് മേടിച്ച് അസന്തുഷ്ടമായി തന്നെ രാത്രി കിടന്നുറങ്ങുന്നു. വീണ്ടും രാവിലെ വേറെ ഗത്യന്തരമില്ലാതെ വരുന്നു,
കൊടുക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളത് സന്തോഷത്തോട് കൊടുക്കുന്നു, വാങ്ങിക്കുന്നയാൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഈ വിഷയം നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? റിലവൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചോദിക്കുക. എൻ്റെ വാല്യൂ ഞാൻ തന്നെയാണ് കുറക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എവിടെയാണ് ഞാൻ എൻ്റെ വാല്യൂ കുറക്കുന്നത് എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നി ലിജിയോടാണ് 1 to 1 സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലിജി പറഞ്ഞു, ആൾക്കാർ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകും സാറേ, പക്ഷെ പൈസ ഞാൻ ചോദിച്ചു മേടിക്കാറില്ല, അവരെന്തെങ്കിലും തന്നാൽ ഞാൻ മേടിച്ചോളൂ. ഞാൻ പറഞ്ഞു, അടുത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ എത്രയാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പൈസ ഇവിടെ വെച്ചിട്ട് ബ്ലൗസ് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. മറ്റൊരു എക്സ്ക്യൂസും ഇല്ല. പൈസ തരിക, വെക്കുക, പോവുക. ഇപ്പോഴോ എല്ലാവരും കൃത്യമായി കൊടുക്കുന്നുണ്ട്, ഒരു വിഷയമില്ല. എല്ലാവരും സന്തോഷത്തോടെ കൊടുക്കും. നമുക്ക് തോന്നുന്ന ആൾക്കാർ തരില്ല എന്ന് തോന്നുന്ന, നിങ്ങൾ കൊടുക്കില്ലേ? നിങ്ങൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് നിങ്ങൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ തരാട്ടോ എന്ന് പറയാം, അല്ലെങ്കിൽ 100 രൂപയും കൊടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്. ഇല്ലല്ലേ? നമുക്കത് രണ്ടുപേർക്കും സ്വയം ബോധ്യം വേണം കേട്ടോ. പറ്റിക്കാൻ നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നില്ല, നമ്മൾ നല്ല ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കൊടുക്കും, എല്ലാവരും സന്തോഷത്തോടെ കൊടുക്കും. ഇത് ചോദിക്കാനും പഠിക്കണം, കൊടുക്കാനും പഠിക്കണം. ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ ദിവസവും പണിയെടുത്ത അയാൾ സന്തോഷമില്ലാതെ പോകുന്ന അവസ്ഥയാണോ വേണ്ടത്? പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്ന അവസ്ഥയാണോ വേണ്ടത്? ഇത് തീരുമാനിക്കുന്ന അവനവൻ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ അർഹത എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ എഴുതിക്കോളൂ, ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന് തീരുമാനിച്ചോളൂ. ഒറ്റ തീരുമാനം. ഇനി മുതൽ അങ്ങോട്ട് സമൃദ്ധിക്ക് അർഹനായ നിങ്ങളെ മാത്രമേ എനിക്കിവിടെ കാണേണ്ടതുള്ളൂ. സമൃദ്ധിക്ക് അർഹതയില്ലാത്ത ഒരാളെയും എനിക്ക് കാണേണ്ടതില്ല. കാരണം നിങ്ങൾ എല്ലാവരും അർഹതയുള്ളവരാണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമാണ്. ഇത് ഇപ്പോൾ മുഴുവനായും നിങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ മനസ്സിൽ ഈ സെന്റൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഞാൻ സമൃദ്ധിക്ക് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നമ്മുടെ ഒപ്പനൊപ്പനോലോ മറ്റോ വന്നിട്ട് ആ ബ്ലോക്കേജിനെ, നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ മണിയുടെ മൂല്യത്തെ ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്വയം മൂല്യത്തോടു കൂടി സമൃദ്ധി അർഹനായി മാറുക. വേറെ ഒരു വഴിയില്ല. സമൃദ്ധിക്ക് അർഹനാവാത്തവർക്ക് ഒരിക്കലും സമൃദ്ധി ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആയേ പറ്റുള്ളൂ. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ എഴുതുക, പണം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഗിൽറ്റ് തോന്നുന്ന സാഹചര്യം ഏതാണ്, ഈ കുറ്റബോധം തോന്നുന്ന സാഹചര്യങ്ങൾ ഏതാണ് എന്ന് ഇന്നത്തെ ഹോംവർക്കായി നിങ്ങൾ എടുക്കുക. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് നിങ്ങൾ എഴുതി തയ്യാറായിട്ട് വരണം. പണം സ്വീകരിക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്ന സാഹചര്യങ്ങൾ ഏതാണ്? പേയ്മെന്റ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഗിഫ്റ്റ് കിട്ടുമ്പോൾ കുറ്റബോധം തോന്നാറുണ്ടോ? സ്വന്തം ആവശ്യത്തിന് പണം ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? കുടുംബത്തിനോട് എൻ്റെ ആവശ്യം പറയുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിനോട് ഡേയ് ഒരു 100 രൂപ തന്നേ എന്ന് പറയുമ്പോൾ അയ്യോ എങ്ങനെയാ ചോദിക്കുക എന്ന് തോന്നാറുണ്ടോ? അല്ലെ, ലളിതമായി പറഞ്ഞതാ. അപ്പൊ ഇത് കണ്ടെത്തുക. കാരണം കുറ്റബോധം ഉള്ളിടത്ത് റിസീവിങ് ബ്ലോക്ക് ഉണ്ടാകും. ഈ ലാസ്റ്റ് ഇത് എഴുതിക്കോളൂ, ശരിക്കും എഴുതുമ്പോ കുറ്റബോധം ഉള്ളിടത്ത് റിസീവിങ് ബ്ലോക്ക് ഉണ്ടാകും. 30ാമത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ മെയിൻ പോയിന്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയേണ്ടി വരും ഇതൊക്കെ. കുറ്റബോധം ഉള്ളിടത്ത് റിസീവിങ് ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഈ 30 ദിവസത്തെ ചലഞ്ച് ഡീപ്പറായി നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന പോലെ യൂട്യൂബ് കാണുന്നവരോടാണ് പറയുന്നത്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഡെയിലി നിങ്ങൾക്ക് വൈകിട്ട് ക്ലാസ് കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അഡ്മിന് മെസ്സേജ് അയക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കോഴ്സുകൾ പഠിക്കാം, മാനിഫെസ്റ്റേഷൻ, യുവർ വെൽത്ത് ലൈഫ് പഠിക്കാം. അങ്ങനെ ഒരുപാട് കോഴ്സുകളിലും നിങ്ങൾക്ക് ഇവിടെ കടന്നു പോകാവുന്നതാണ്. മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ ഇന്നത്തെ പോയിന്റ് ഇതാണ്, കൃത്യമായി മനസ്സിലാക്കുക. കുറ്റബോധം ആദ്യം തിരിച്ചറിയുക, അതിനെ മാറ്റുക. ഒരുപാട് കാര്യങ്ങൾ കുറ്റബോധത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ജേർണി ടു ഹാപ്പിനെസ്സിലും ജൂനിയർ മൈൻഡ് സെറ്റിലും മാസ്റ്റർ മൈൻഡ് സെറ്റിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിലും ഒരുപാട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി കോഴ്സുകൾ ഇപ്പോൾ മാനിഫെസ്റ്റ് യുവർ വെൽത്ത് ലൈഫ് യൂട്യൂബ് ചാനൽ കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്കറിയാതില്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ചാനൽ കൂടി ഉണ്ട്, ഡോക്ടർ ദിനേശ് മുങ്ങത്ത് എന്ന് പറഞ്ഞിട്ട്, അത് സെർച്ച് ചെയ്ത് നോക്കുക.
അതിൽ തന്നെ നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഹാപ്പിനെസ് മാസ്റ്ററി കമ്മ്യൂണിറ്റി. അതിനകത്താണ് ഈ മനസ്സിന്റെ മാറ്റത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അഡ്മിനെ വിളിക്കാവുന്നതാണ്, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നോക്കൂ, അപ്പം ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഈ 30 ദിവസത്തെ മണി ചാലഞ്ച്, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചാലഞ്ചിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റി എഴുതാൻ തയ്യാറാവുക. അപ്പൊ നാളത്തെ ദിവസം നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കാം, ശമ്പളത്തിനെ കുറിച്ച് സംസാരിക്കാം. പണം എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കുന്നവരോട് അതെങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ശമ്പളം കിട്ടുന്നു, സ്വാഹ, അല്ലേ, ആ സ്വാഹ എങ്ങോട്ടാണ് എന്ന് പറയുക. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ സെൽഫ് വർത്ത് എന്താണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സമൃദ്ധിക്ക് അർഹനാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, പണം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധമില്ല, നല്ല ബോധവും ആത്മവിശ്വാസവും ഉള്ള ഒരാളാണെങ്കിൽ, ഞാൻ ഇതിനെല്ലാം അർഹനാണ് എന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം ബുക്കിൽ എഴുതി വെക്കുക. നാളെ മുതൽ വലിയൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. താങ്ക് യു വെരി മച്ച്.